ഇപ്പോൾ MP വീരേന്ദ്രകുമാർ അനുസ്മരണ ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസാരിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബഹുമാന്യനായ ശ്രീ MP വീരേന്ദ്രകുമാർ ഓർമ്മയായിട്ട് മെയ് 28-ന് 6 വർഷമാവുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന തോന്നലാണ് ഞാനടക്കമുള്ള ആളുകൾക്കുള്ളത്. ഏറ്റവും സഹൃദയനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ജീവിതം മുഴുവൻ ഒരു സോഷ്യലിസ്റ്റായി ജീവിച്ച് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു ശ്രീ MP വീരേന്ദ്രകുമാറിൻ്റെ. നമ്മൾ അദ്ദേഹവുമായി സംസാരിക്കുന്ന സമയത്തെല്ലാം ആ വാക്കുകളിൽ എപ്പോഴും ലോഹ്യയുടെ, രാമമനോഹർ ലോഹ്യയുടെ ആശയങ്ങൾ അറിയാതെ കടന്നു വരുമായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും രാമമനോഹർ ലോഹ്യയുമായി വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവരാണ് ആശയപരമായി. പക്ഷെ അവർ രണ്ടുപേരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദിലെ സ്വരാജ് ഭവൻ, നെഹ്റു ജീവിച്ച സ്വരാജ് ഭവനിൽ പോയപ്പോൾ അവിടെ ഒരു ചിത്രം ചെല്ലിട്ട് വെച്ചത് കണ്ടു. രാമമനോഹർ ലോഹ്യ നെഹ്റുവിന് കോൺഗ്രസിൻ്റെ അംഗത്വം കൊടുത്തതിനുള്ള രസീതാണ് അവർ ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിരിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ കഴിയും. അപ്പം എന്നോട് അവിടെ ഉണ്ടായിരുന്ന പ്രമുഖനായൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു, ഒന്നാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാമമനോഹർ ലോഹ്യ ആജംഗഡ് എന്ന് പറയുന്ന ഈസ്റ്റേൺ UP-യിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ പ്രചരണത്തിന് ചെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് പോയതാണ്. പക്ഷേ നെഹ്റു വോട്ട് ചോദിച്ചത് രാമമനോഹർ ലോഹ്യയ്ക്കാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും പാർലമെന്റിൽ വരേണ്ട ഡോക്ടർ ലോഹ്യയാണ് അദ്ദേഹത്തെ. കോൺഗ്രസ്സുകാരൊക്കെ ആകെ പരിഭ്രമിച്ചു അദ്ദേഹത്തോട് വളരെ കയർത്ത് സംസാരിച്ചു. അപ്പം നെഹ്റു പറഞ്ഞത്, രാമമനോഹർ ലോഹ്യയെ പോലെയുള്ള ഒരാൾ ഇന്ത്യൻ പാർലമെന്റിൽ വരേണ്ടത് പാർലമെന്ററി ജനാധിപത്യത്തിന് ഏറ്റവും അനിവാര്യമാണ്. ഇന്ത്യ പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ 47 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം. അത്ര മഹാനായിരുന്നു ഡോക്ടർ ലോഹ്യ. ശ്രീ MP വീരേന്ദ്രകുമാർ അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലോഹ്യയുടെ കാര്യം പറയും, ലോഹ്യയുടെ ആശയങ്ങളെ പറ്റി പറയും, ചിന്താഗതികളെ പറ്റി പറയും. ആ ജീവിതം മുഴുവൻ ഒരു സോഷ്യലിസ്റ്റായി നിലകൊണ്ട വ്യക്തിയാണ്. ആര് അതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, തൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്ന, പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാവും ഒരു പത്രാധിപരും ഒക്കെയായി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയും. അദ്ദേഹം ഒരു ദിവസമേ കേരളത്തിൽ മന്ത്രിയായിരുന്നു, കേന്ദ്രത്തിൽ മന്ത്രിയായി. ആ കാലത്ത് ഞാൻ പാർലമെന്റ് അംഗമായിരുന്നു, സ്റ്റേറ്റ് മിനിസ്റ്റർ ഫോർ ഫൈനാൻസ്. നല്ല പാർലമെന്റിൽ സാധാരണ ഈ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിനെ കൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും പറയിക്കാറില്ല. പക്ഷെ പാർലമെന്റിലെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഉള്ളപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹമാണ് മറുപടി പറഞ്ഞത്. അപ്പം നല്ല ഒരു പാർലമെന്റേറിയൻ, നല്ലൊരു നിയമസഭാ സാമാജികൻ, നല്ല ഒരു പത്രാധിപർ, മാത്രമല്ല നല്ലൊരു പ്രഭാഷകൻ. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിനോദം. ഞാൻ പല രാജ്യങ്ങളിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു. ഒരിക്കൽ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ വെച്ച് ഷിക്കാഗോയിൽ വെച്ച് എനിക്ക് അദ്ദേഹത്തെ കാണാനിടയായി. ഒരിക്കൽ ഫ്രാൻസ് സന്ദർശിച്ചപ്പോൾ പാരീസിൽ വെച്ച് എൻ്റെ പാർലമെന്ററി ഡെലിഗേഷനുമായിട്ട് പോയത്, അവിടെ വെച്ച് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു.
ലോകം മുഴുവൻ സഞ്ചരിക്കാൻ വലിയ താല്പര്യമുള്ള ആളാണ്. ആ സഞ്ചാര താല്പര്യം വെച്ചുകൊണ്ടാണ് ഞാൻ നല്ല ഹൈമവത ഭൂവിൽ എന്ന പുസ്തകം വായിച്ചത്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും നമുക്ക് വളരെ കൗതുകമുണ്ടാക്കുന്നതും വിജ്ഞാനം പകർന്നു തരുന്നതും ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന നിരവധി നല്ല കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതുമാണ്. നല്ല ഹൈമവത ഭൂവിൽ എന്ന പുസ്തകം വളരെയേറെ പ്രിന്റ് ചെയ്തു പോയിട്ടുള്ള ആളുകൾ വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. ധാരാളം എഡിഷനുകൾ അതുണ്ട്, അത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ രാമനെ പറ്റിയൊരു പുസ്തകം, രാമൻ്റെ ദുഃഖം, അയോധ്യയെ പറ്റിയാണ്, ഞാനത് വായിച്ചതാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യങ്ങളിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് വളരെ ശക്തമായ അഭിപ്രായങ്ങൾ പറയാൻ അദ്ദേഹം എന്നും താല്പര്യമുള്ള ആളായിരുന്നു. ഞാൻ അദ്ദേഹവുമായി കൂടുതൽ അടുത്തത് UDF വന്ന ശേഷമാണ്. UDF അന്ന് ഞങ്ങൾ 5 സീറ്റും ഒരു മന്ത്രിസ്ഥാനവും ഒരു രാജ്യസഭ ഒരു ലോക്സഭ ഇത്രയും സ്ഥാനങ്ങൾ അന്ന് അദ്ദേഹത്തിന് പാർട്ടിക്ക് നൽകിയിട്ടുണ്ടായി. 7 സീറ്റ്. UDF അദ്ദേഹം വന്ന സാഹചര്യത്തിൽ പാർലമെന്റ് മത്സരിച്ചപ്പോൾ ഞാനും ഉമ്മൻചാണ്ടിയും കൂടെ അന്നേരം തന്നെ പറഞ്ഞു, പാർലമെന്റിൽ പരാജയപ്പെട്ട രാജ്യസഭ തരുമെന്ന്. കൃത്യമായി ഞങ്ങളുടെ രാജ്യസഭ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആ കാലഘട്ടത്തിൽ UDF വലിയ ഗുണകരമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാനത് KPCC പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളൊക്കെ തമ്മിലുള്ള വ്യക്തിബന്ധം, നേരത്തെ പരിചയമുണ്ട്, ബന്ധമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ കൂടുതൽ ബന്ധപ്പെടുന്നതും കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുന്നതും ആ കാലഘട്ടത്തിലാണ്. വളരെ സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ എതിരാളികൾക്ക് അവരെ അസ്തപ്രജ്ഞരാക്കുന്ന തരത്തിലുള്ള ചാട്ടുളി പോലെയുള്ള പ്രയോഗങ്ങളും മാത്രമല്ല വളരെ കൗതുകകരമായ നിലയിലുള്ള അവതരണവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. എന്നും അതാണ് ഞാൻ പറഞ്ഞത്. എന്നും പാർലമെൻറ്റിലൊക്കെ ജോർജ് ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ള ജെറ്റ്മലാനി ഉൾപ്പെടെയുള്ള ഒത്തിരി സോഷ്യലിസ്റ്റ് നേതാക്കന്മാരുമായിട്ട് എനിക്ക് വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന ആൾ, ലാലു പ്രസാദ് യാദവ് ഒക്കെയായി വളരെയേറെ അടുപ്പം. ഞങ്ങൾ ദീർഘകാലം പാർലമെൻറ്റിൽ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് അവരുമായിട്ടൊക്കെ വ്യക്തിപരമായ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർക്കെല്ലാം വലിയ ആദരവുണ്ടായിരുന്ന ആളായിരുന്നു MP വീരേന്ദ്രകുമാർ. ഇപ്പം ഇന്ത്യയിലെ തന്നെ തലയെടുപ്പുള്ള സോഷ്യലിസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അത്. ആ ഒരു അംഗീകാരം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും സോഷ്യലിസ്റ്റുകൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. വീരേന്ദ്രകുമാർ അനുസ്മരണത്തിൽ MP വീരേന്ദ്രകുമാർ എന്ന സോഷ്യലിസ്റ്റിനെ പറ്റി സംസാരിക്കുകയാണ് രമേശ് ചെന്നിത്തല.